ഗായ്സ്, ഇപ്പോൾ ഇന്ന് പുഷ്പ 2ന്റെ റിവ്യൂമായിട്ടാണ് വരുന്നത്. ഓൾറെഡി പുഷ്പ 2 ഞാൻ റിലീസ് ഡേയിൽ തന്നെ സിനിമ കണ്ടു. പിന്നെ എനിക്ക് റിവ്യൂ ഇടാനായിട്ട് ടൈം കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിവ്യൂ പറയാം എന്ന് വിചാരിക്കുന്നു. ബട്ട് പുഷ്പ 2 എന്ന സിനിമയെ കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോ കേരളത്തിന് നല്ല നെഗറ്റീവ് റിവ്യൂ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. മെയിൻലി സൗത്ത് ഇന്ത്യയിലെ പടത്തിനെ കുറിച്ച് നെഗറ്റീവ് റിവ്യൂ വരുന്നുണ്ട്. പക്ഷെ നോർത്തില് പടം കയറി കൊളർത്തി. ഇനി ഇതിന്റെ നെഗറ്റീവ്സ്, പോസിറ്റീവ്സ്. അതിനു മുമ്പ് എനിക്കൊരു ആവറേജ് മൂവി ആയിട്ട് തോന്നിയത്. എനിക്ക് പുഷ്പ 1ഉം ആവറേജ് ആയിട്ടേ തോന്നിയുള്ളൂ, പുഷ്പ 2ഉം ആവറേജ് ആയിട്ടുണ്ട്. എനിക്ക് പുഷ്പ ബ്രാൻഡ് അത്രയ്ക്ക് ഞാൻ എന്റെ ഫാൻ അല്ല. എങ്കിൽ കൂടിയും ഇത് തിയേറ്ററിൽ നിന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. പക്ഷെ സ്ട്രിക്ട്ലി ആവറേജ്. അതായത് താഴ്ത്തില്ല എന്ന് പറയുന്ന പോലെ ഇത് അത്രയും താഴ്ന്നിട്ടുമില്ല, അത്രയും പൊങ്ങിയിട്ടുമില്ല, ഒരു ആവറേജ്. അത് ഈ ഹൈപ്പിനുള്ള പടം എന്തായാലും ഇല്ല. അത് ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്നാണ്. ഹൈപ്പ് വെച്ച് വന്ന എല്ലാ പടങ്ങളും തിയേറ്ററിൽ അത്രയ്ക്ക് വർക്കൗട്ട് ആയിട്ടില്ല. പുഷ്പയുടെ കളക്ഷൻ വൈസ് നോക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 1000 കോടി എന്തായാലും ഷുഗർ ഷോട്ടാണ്. 1000 കോടി കിട്ടും. കാരണം നോർത്തിൽ നിന്ന് പോസിറ്റീവ് റിവ്യൂ വന്ന 100% ഷുഗറാണ് 1000 കോടിക്ക്. അത് നോർത്ത് പീപ്പിൾസിന് കയ്യിലെടുക്കാനുള്ള എല്ലാ എലമെന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൂവിനെ കുറിച്ച് പറയാം. ആദ്യം തന്നെ ഈ മൂവിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഇത് ആക്ച്വലി ഒരു സുകുമാർ എന്റെ ഡയറക്ടർ ആദ്യം ഇതൊരു വെബ് സീരീസ് ആയിട്ട് ഷൂട്ട് ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചത്. പിന്നീടാണ് ഇത് വെബ് സീരീസ് ആക്കണ്ട, ഇത് അല്ലു അർജുനെ പോലത്തെ വലിയ ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഇത് ട്രിം ചെയ്തൊരു 2.5-3 hours മൂവി ആയിട്ട് എടുക്കാം എന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. ഇത് ഷൂട്ടിംഗ് തുടങ്ങി ഫഹദിന്റെ അടുത്ത് പറഞ്ഞത് ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പ് ഇൻട്രോ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിലുള്ള ക്ലാഷ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഡേറ്റ് ഒക്കെ ബുക്ക് ചെയ്തത്. പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് ഫഹദ് ഫാസിലിന്റെ ഡേറ്റ് ഒക്കെ കിട്ടി, എല്ലാം സെറ്റ് ചെയ്തിട്ട് അവസാന നിമിഷമാണ് ഇത് പാർട്ട് 2 പോകാന്ന് അവർ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഫഹദിന്റെ ഇൻട്രോ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലൈമാക്സിന്റെ ആ ഭാഗത്ത് ഇന്റർവ്യൂല് വരുന്നത്. ആ ഭാഗത്ത് ഫസ്റ്റ് പാർട്ടിന്റെ ക്ലൈമാക്സിന്റെ ആ ഭാഗത്ത് ഫഹദ് വരുന്നത്. പിന്നെ സെക്കൻഡിന്റെ ഷൂട്ടും തുടങ്ങി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പുഷ്പ ഭയങ്കര ട്രെൻഡായി, ബോക്സ് ഓഫീസിൽ ഹിറ്റായി. അപ്പൊ ഇവര് പ്ലാൻ വീണ്ടും മാറ്റി. 2 പോരാ, 3 കൂടി പോകണം. അവിടെയാണ് പുഷ്പ 1 വെച്ച് നോക്കുമ്പോ പുഷ്പ 2 നെഗറ്റീവിലോട്ട് പോയത്. നെഗറ്റീവിലോട്ട് പോകാൻ കാരണം മെയിൻ ആണ്. കാരണം ഉണ്ടാകുന്ന ഒരു പ്ലോട്ടിനെ റീറൈറ്റ് ചെയ്തിട്ട് 3rd കൂടി പോണല്ലോ. അപ്പൊ യഥാർത്ഥത്തില് ഫഹദും അല്ലു അർജുന്റെയും ക്ലാഷും ഫൈറ്റും ഹീറോയിസും പിന്നെ വില്ലനീസും കാണാൻ വന്ന ആൾക്കാർക്ക് ഡിസപ്പോയിന്റഡ് ആയിപ്പോയി. കാരണം ഈ ക്ലാഷും ഫഹദ് വേഴ്സസ് അല്ലു അർജുൻ പക്ക ഫൈറ്റ് വരണമെങ്കിൽ 3rd വെയിറ്റ് ചെയ്യണം. അതിനുള്ള ഹിന്റ് ക്ലൈമാക്സിൽ ഇട്ടിട്ടാണ് പടം തീർക്കുന്നത്. അപ്പൊ ഇതില് ഈ ഫഹദിന്റെ റോള് പറയുന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡഡ് കേമിയോ റോൾ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിന്റെ ഉള്ളിൽ അഡീഷണൽ 1 മണിക്കൂർ ഇവര് റീറൈറ്റ് ചെയ്ത് 1 മണിക്കൂർ കഥ മാറ്റിയത് ഫുൾ പാസോ ഫാമിലി, അതാണ് എല്ലാവരും പറയും സീരിയല് പോലെയായിരുന്നു. കാരണം 2 മണിക്കൂർ 15 മിനിറ്റ് ഒക്കെ പടം ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ടൊരു 1 മണിക്കൂർ പടം ശരിക്കും അങ്ങനെ എന്താ പറയാ, കുടുംബം, സീരിയല്, കുറെ ക്ലീശ 80s-ലും 70s-ലും ഒക്കെ പറഞ്ഞ ഡയലോഗ്സ് വെച്ച് പടം അങ്ങനെ ക്ലീശ രീതിയിലാക്കി. അതുകൊണ്ടാണ് മെയിനായിട്ട് കേരളത്തിൽ നിന്ന് നല്ലൊരു നെഗറ്റീവ് റെസ്പോൺസ് വന്നത്. എന്തുകൊണ്ടാണ്, എവിടേക്കാണ് നെഗറ്റീവ് റെസ്പോൺസ് വന്നതെന്ന് പറയാം. ഈ കാലഘട്ടത്തിലും ഈ സിനിമയില് ആക്ട്രസ് രശ്മിക മന്ദാനയെ യൂസ് ചെയ്തിരിക്കുന്നത് വെറും എന്താ പറയാ, ക്രിഞ്ച് എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും താഴ്ന്ന രീതിയിലാണ് യൂസ് ചെയ്തത്. അതായത് ഫീലിങ്സ് വരുമ്പോ ഭർത്താവിന്റെ അടുത്ത് വരാനും പിന്നെ സെക്ഷൽ കാര്യങ്ങൾ പറയാനും കറക്റ്റ് ഒരു ഫീമെയിൽ ആക്ട്രസിനെ, അതായത് ഇത്ര ഫേമസ് ആയ ആക്ട്രസിനെ ഒരു സിനിമ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഇമ്പോർട്ടൻസ് വേണം. ഇത് പക്ക നായകന് എന്താ പറയാ, നായകൻ റൊമാൻസ് വരുമ്പോ എടുത്തു വരാനും കുറച്ച് ക്ലീശ ഡയലോഗ്സിനും പാട്ടിനും വേണ്ടിയായിട്ട് നല്ല രീതിയിൽ എല്ലാം ബാക്കി വെച്ചിട്ടുണ്ട്. നേരെ പഠിച്ചപ്പോ ബാഹുബലി ആയിക്കോട്ടെ, ഇപ്പൊ RRRല് ആലിയ ഭട്ട് വന്ന ആ കുറച്ച് സീനുള്ളൂ. ആ ക്യാരക്ടേഴ്സിനൊരു എന്തൊരു ഡെപ്ത് ഉണ്ട്. ഈ ബാഹുബലിയില് പക്ക ഡെപ്താണ് അനുഷ്കയ്ക്കും
തമ്മനൊക്കെ കൊടുത്തത്. അതേപോലത്തെ ഒരു ക്യാരക്ടേഴ്സ് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സിനിമ കാണുമ്പോൾ എന്താ ഒരു ഫീല് വരുള്ളൂ. ഇതിൽ കുറെ പാസ് വരുന്നുണ്ട്, പിന്നെ എന്താ പറയാ രശ്മിയുടെ കുറെ അനാവശ്യ ഡയലോഗ്സ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മ ആ സിനിമയിൽ നിന്ന് വിട്ടുപോകാനാ തോന്നിയത്. മെയിനായിട്ട് രശ്മിയെ മിസ്പ്ലേസ് ആയിരുന്നു, ഭയങ്കര ക്രിഞ്ചായിരുന്നു, ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നത്തെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് മൂവി തേർഡ് പാർട്ടിലോട്ട് വേണം, കഥ റീറൈറ്റ് ചെയ്തു. അപ്പോ സ്വാഭാവികമായിട്ട് ലാഗ്. കാരണം അങ്ങനെ തേർഡ് പാർട്ടിലോട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് പാർട്ടിൽ തന്നെ ഉള്ള കണ്ടന്റ് വേണം. ആ കണ്ടന്റ് ഈ പടത്തിന് ഇല്ല. അതാണ് മെയിൻ കാര്യം. കണ്ടന്റ് ഇല്ലാതെ കുറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇട്ട പടത്തിന്റെ ലെങ്ത് ഇങ്ങനെ തുറവോൻ കൂട്ടി 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 കൊണ്ടുപോകാം. അത് ഒരു ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ അല്ലു അർജുന്റെ ഒരു സാരി ഒക്കെ എടുത്തിട്ട് ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് വരുന്ന ഒരു തിയേറ്ററിൽ എല്ലാവരും എൻജോയ് ചെയ്താൽ കണ്ടത്. ആ പാട്ട് തുടങ്ങിയപ്പോഴും നല്ല കൈയടി ഉണ്ടായിരുന്നു. പിന്നെ പണ്ട് ഇടയ്ക്കൊരു ഡയലോഗ് പറയും, അത് പക്ക എന്തോ 80s പറയുന്ന ഡയലോഗ്. അത് പുഷ്പ 1 കണ്ടറിയാം. ഇതില് പുഷ്പയുടെ അച്ഛന് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലാണ് പുഷ്പ ഉണ്ടായിരിക്കുന്നത്. ഫസ്റ്റില് കണ്ടറിയാം, അതായത് എപ്പോഴും അച്ഛനില്ലാത്തവൻ, പിന്നെ കുടുംബ പേരില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അത് പോട്ടെ. സെക്കൻഡിൽ എത്തിയപ്പോ പുഷ്പ സ്റ്റേറ്റിലെ ആ സ്റ്റേറ്റിനെ ഭരിക്കുന്ന ഏറ്റവും വലിയൊരു ഡോണായിട്ടാണ് കാണിക്കുന്നത്. ഈ ഡോണിരുന്ന് കരയാണ്. ഡാൻസൊക്കെ തീ കൂടെ ഒക്കെ ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ കരയാണ്. കരയുമ്പോ ലക്ഷ്മി വന്ന് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുമ്പോ ഒരു ഡയലോഗ് പറയും. ആ ഡയലോഗ് ഒരു മലയാളം സിനിമയിലാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ WBC ആയിക്കോട്ടെ, ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ആൾക്കാരൊക്കെ ആ പടത്തിനെ ബാൻ ചെയ്യാൻ വരെ പറഞ്ഞത്. അതിൽ പറയാനൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു പെൺകുഞ്ഞ് വേണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ ഐഡന്റിറ്റി കിട്ടുമല്ലോ. എന്റെ പൊന്നു, ആ ഒരു സീൻ വന്നപ്പോ തൊട്ട് തിയേറ്ററിൽ പോകൽ തുടങ്ങിയത്. അത് ആ ഡയലോഗ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് ഫൂളിഷ് ഡയലോഗ് ശരിക്കും അത് പറഞ്ഞതെന്നറിയോ? ഇത്ര വലിയ പവർഫുൾ ക്യാരക്ടർ ഭാര്യ പ്രഗ്നന്റ് ആയെന്ന് വെക്കുമ്പോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ, അതായത് പെൺവേഷം കെട്ടി ഡാൻസ് ഒക്കെ കളിക്കുന്നത്, അതൊക്കെ എൻജോയ് ചെയ്ത് പകുതി വെച്ചിട്ട് ഈ ഡയലോഗ് പറയാ. പിന്നെ ലക്ഷ്മിയും കൂടി വന്ന് ഡാൻസ് ഒന്നുകൂടി സ്റ്റൈലാക്കിയിട്ടും ഈ പറഞ്ഞ ഹാങ്ങുള്ള ആൾക്കാരും ഇരിക്കാം. എന്താണ് ഈ പറഞ്ഞത്? പിന്നെ അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയുടെ ഒരു ഡയലോഗും കൂടി ഉണ്ട് ഈ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത്, ഈ സെയിം ഡയലോഗ് തന്നെ. അതും അവിടെ ഭയങ്കര കോലായിരുന്നു. പിന്നെ 1 മണിക്കൂർ ഈ പടം ഈ ഒരു കോൺസെപ്റ്റാ പറയുന്നത്, ഫാമിലി പാസം. ഈ അല്ലു അർജുനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ പൊസിഷനിൽ ഇത്രയും വലിയ ഡോണിന് രാജ്യം തന്നെ സ്റ്റേറ്റിനെ ഭരിക്കുന്ന ഡോൺ പറയാണ്, എനിക്ക് എന്റെ അച്ഛന്റെ വീട്ടിൽ കയറണം, എന്റെ അച്ഛന്റെ മക്കളൊക്കെ എന്റെ അനിയനായിട്ട് കാണണം, ചേട്ടനായി കാണണം എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ഐഡന്റിറ്റി വേണം എന്നൊക്കെ പറഞ്ഞ് പടത്തിന്റെ സ്റ്റോറി ഞങ്ങൾ മാറിപ്പോയി. ആ 1.5 മണിക്കൂർ പടം തുടങ്ങിയത് എന്തോ അതൊക്കെ അത് ഞാൻ പറയണില്ല. ഇത് പെട്ടെന്ന് ഫഹദിനെ പടത്തിൽ എക്സിറ്റ് ആക്കി, പിന്നെ ഫഹദിനെ കാണിക്കുന്നില്ല. പിന്നെ സ്റ്റോറി ഇതാണ് വരുന്നത്. അതും ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു 90s ആൾക്കാരെ, പഴയ ആൾക്കാരൊക്കെ ചിന്തിക്കുന്ന ആ ഒരു ചിന്താഗതി ഡയലോഗൊക്കെ വന്നാലും കൊണ്ടാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഈ പടം വർക്കൗട്ട് ആയതും തമിഴ്നാട്ടില് പകുതി ആൾക്കാർക്കും ഈ പടം വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ ക്ലൈമാക്സ് ഒരു ഫൈറ്റ്, ആ ഫൈറ്റ് ശരിക്കും നോർത്ത് ഇന്ത്യ വർക്കൗട്ട് ആയി. കൈയും കാലും കെട്ടിയിട്ട് ഈ ദൈവം കയറിയ ഒരു ഫൈറ്റ് ഉണ്ട്. അപ്പൊ ദൈവം കയറിയതാണെന്ന് വിചാരിച്ചിട്ട് കണ്ടിരിക്കാന്ന് വെച്ചാൽ ഓക്കെ. പക്ഷെ ലോജിക്ക് വെച്ച് കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കൈയും കാലും കെട്ടിയിട്ട് പല്ലുകൊണ്ട് മാത്രം ഒരു 10-20 പേരൊക്കെ തോക്കും വടിവാളും പിടിച്ചു വരുന്ന ആൾക്കാരൊക്കെ കടിച്ചു വീഴ്ത്താന്നൊക്കെ പറയുമ്പോ അത് കുറച്ച് എന്താ പറയാ ലോജിക്ക് വിട്ടിട്ട് സിനിമ കാണാം. ഇത് അതും കഴിഞ്ഞ് പോയപ്പോ ആണ് ഒരു പ്രശ്നമായത്. ഓവറോള് എന്റെ അഭിപ്രായം പറയുന്നത് തേർഡ് പാർട്ട് വേണ്ടായിരുന്നു. ഈ ഫഹദിനായാലും പിന്നെ വേറെ വല്ല വില്ലന്മാരുണ്ടെങ്കിലും എല്ലാം കൂടിയിട്ട് പുഷ്പ 2 പടം തീർത്തിരുന്നെങ്കിൽ അവസാനം 1.5 മണിക്കൂർ ഇവർ റീറൈറ്റ് ചെയ്ത് പോർഷൻസ് എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ പടം കൾട്ട് ക്ലാസിക് ആയിരുന്നു, 1 ഹിറ്റും ആയിരുന്നു. ഇപ്പൊ 1 ഹിറ്റാണ്, 1000 കോടി കയറും.
ഈ നോർത്ത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നോർത്തിലത്തെ ആൾക്കാരെ പിടിക്കാനുള്ള എല്ലാ എലമെന്റ്സും കയറ്റിയിട്ടുണ്ട്. ആ എലമെന്റ്സിന് വേണ്ടിയിട്ടാണ് ആ പെൺവേഷം കെട്ടിയിട്ടുള്ള മറ്റേ ദേവിയേറിയ ഒരു സ്റ്റണ്ടില്ലേ, അത് മതി. ആ ഒരു ഇതില് നോർത്ത് ശരിക്കും പറഞ്ഞാൽ പടത്തിൽ പടം കയ്യിലെടുത്ത് കഴിഞ്ഞു നോർത്ത് ഫാൻസിന് മൊത്തം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജവാനും ചെയ്തിരുന്നത്. സൗത്ത് മൊത്തം ആ പടം നെഗറ്റീവ് ആക്കിയപ്പോഴും നോർത്ത് കയ്യിലെടുത്തു, പടം 1000 കോടിയും കയറി. സോ അപ്പൊ അത്രേ ഉള്ളൂ ഇത് പുഷ്പനെ കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അല്ലു അർജുൻ ഫാൻസിനും പിന്നെ ചുമ്മാ തിയേറ്ററിൽ പോയിട്ട് ഒരു 3.5 മണിക്കൂർ കളയാനാണെങ്കിൽ പടം കാണാം. കുറെ നല്ല സീൻസും ഉണ്ട് ഈ പടത്തില്. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ ഭാഗത്ത് എന്താ പറഞ്ഞ ഒരു അനാവശ്യ കഥയെ മാറ്റി തുടങ്ങിയത് വേറെ സ്ഥലത്ത് അവസാനിച്ചത് വേറെ സ്ഥലത്ത് വേറൊരു ഇതിലോട്ട് അങ്ങനെ പടം മാറിയപ്പോ എന്താ ഒരു ചെറിയൊരു കല്ലടി പോലെ തോന്നി. പിന്നെ തേർഡ് പാർട്ട് പോയിട്ടുണ്ട്. തേർഡ് പാർട്ടില് ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്, അത് 101% ഉറപ്പാണ്. അത് ക്ലൈമാക്സിൽ കാണിച്ച ഒരു കൈയൊക്കെ കരിഞ്ഞിട്ടുള്ള ആള് ഫഹദ് തന്നെയാണ്, കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നതാണ് 101% അങ്ങനെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫൈറ്റ് ഫഹദ് വേഴ്സസ് അല്ലു അർജുൻ, അത് തേർഡ് പാർട്ടി വരും എന്ന് വിചാരിക്കുന്നു. തേർഡ് പാർട്ട് വന്നാലും ഞാൻ ഫസ്റ്റ് ഡേ പോയി കാണും. എനിവേസ് എന്തായാലും 1000 കോടി കയറട്ടെ. ഇറ്റ്സ് ക്ലിയർലി നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടുന്നില്ല. ഈ പടം എങ്ങാനും മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പടം ബാൻ അടിച്ചിരുന്നു. കാരണം അതേപോലത്തെ കുറെ ഡയലോഗ്സുകളും ആ പടത്തിലുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.